Hello, fantabulous people. Welcome back to One Tamer School. Welcome back to the English Lab. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ? ഇന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വലിയ ടോപ്പിക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. ഐ തിങ്ക് ദാറ്റ് വിൽ ഹെൽപ്പ് യു. നമ്മുടെ ഇംഗ്ലീഷ് ലേണിംഗ് പ്രോസസ്സിൽ നമ്മളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. മറ്റൊന്നുമല്ല, നൗൺസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോണത്. എന്താണ് നൗൺസ് എന്നുള്ള കാര്യം നമ്മൾ മുന്നത്തെ പാർട്സ് ഓഫ് സ്പീച്ച് സംസാരിച്ച ആ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നൗൺ എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി നെയിംസ് ആണ് അല്ലേ. അതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, അതായത് എത്ര ടൈപ്പ് ഓഫ് നൗൺസ് ഉണ്ട്, എന്തൊക്കെയാണ് ആ ടൈപ്പ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഡിഫറൻസ് വരാനുള്ള കാരണങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക. ബേസിക്കലി സ്പീക്കിംഗ് വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൗൺസ്. എന്താണ് നൗൺ എന്ന് കൺഫ്യൂഷനുള്ള ആളുകൾക്ക് വേണ്ടി 2-3 വാക്കുകൾ ഇതാ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പേഴ്സൺ, പ്ലേസ്, തിങ്സ് ഓർ ഐഡിയ. ഓക്കെ, ഇതിൽ എന്തിനെങ്കിലും ഒന്നിനെ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാം? നൗൺസ് എന്ന് പറയാം. ഒരാളുടെ പേരാവാം, ഒരു സ്ഥലത്തിൻ്റെ പേരാകാം, ഒരു സാധനത്തിൻ്റെ പേരാകാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ആവാം അല്ലെ, ഐഡിയ വട്ടെവർ, ഇതിലെന്തുമാവാം. ഇതിൻ്റെയൊക്കെ പേരുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാം? നമ്മൾ നൗൺസ് എന്ന് പറയാം, അല്ലെങ്കിൽ നൗൺ എന്ന് പറയാം. ഓക്കെ, പല ടൈപ്പ് നൗണുകളുണ്ട്. ഓക്കെ, ഒത്തിരി നൗണുകളുണ്ട്, ഒത്തിരി ടൈപ്പ് ഓഫ് നൗണുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പ്രോപ്പർ നൗൺ, അതായത് കുറച്ചെണ്ണം ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ നൗൺ ഉണ്ട്, കോമൺ നൗൺ ഉണ്ട്, കളക്റ്റീവ് നൗൺ ഉണ്ട്, അബ്സ്ട്രാക്ട് നൗൺ ഉണ്ട്, പൊസസീവ് നൗൺ ഉണ്ട്, മെറ്റീരിയൽ നൗൺ ഉണ്ട്, കളക്റ്റീവ് നൗൺ ഉണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ? കാണുന്നുണ്ടല്ലോ. ഓൾറൈറ്റ്, യെസ്. കളക്റ്റീവ് നൗൺ ഉണ്ട്, കോമ്പൗണ്ട് നൗൺ ഉണ്ട്, കൗണ്ടബിൾ നൗൺ ഉണ്ട്, അൺകൗണ്ടബിൾ നൗൺ ഉണ്ട്. അതായത് എണ്ണാൻ പറ്റുന്നതും എണ്ണാൻ പറ്റാത്തതുമായിട്ടുള്ള നൗണുകളുണ്ട്. സിംഗുലർ, പ്ലൂറൽ നൗൺ, പല ടൈപ്പ് ഓഫ് നമുക്ക് കാണാൻ പറ്റും നൗൺ. ഓക്കെ, ഇതിന് ഓരോന്നിനും ഓരോ കർത്തവ്യമാണുള്ളത്, അല്ലെ ഓരോന്നിനും ഓരോ സ്വഭാവമാണുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും ജനിച്ചിട്ടുള്ള ഒരു 5 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ആ 5 കുട്ടികൾക്കും 5 സ്വഭാവമല്ലേ ഉണ്ടാവുക എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം നൗണുകളാണെങ്കിലും ഈ ഓരോ നൗണിനും ഓരോ ടൈപ്പ് ഓഫ് സ്വഭാവമാണുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ മതി. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, അത് കയ്യിൽ നിന്ന് പോയെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നാലും ഓൾറൈറ്റ്. ഇനി ഇതിൽ കുറച്ചെണ്ണം നമ്മൾ സ്പെസിഫിക് ആയിട്ട് എടുത്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. കുറച്ചെണ്ണം, അതായത് വളരെ നമ്മൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ചെണ്ണം മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓൾറൈറ്റ്, ലെറ്റ്സ് സീ എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട നൗണുകൾ എന്നുള്ളതും അതെന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പോണേ. ഒന്നാമത്തേത് കോമൺ നൗൺ ആണ്. എന്താണ് കോമൺ നൗൺ എന്ന് എന്താണ് കോമൺ നൗൺ എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. എ നൗൺ ദാറ്റ് റെഫേഴ്സ് ടു എ ജനറൽ പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ഐഡിയ. അതായത് കോമൺ ആയിട്ട് വരുന്ന, സ്പെസിഫിക് അല്ലാത്തത് എന്നുള്ള മീനിങ് ആലോചിച്ചാൽ മതി. ഇപ്പോൾ ബുക്കുകളിൽ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, കഥയുടെ പുസ്തകങ്ങൾ ഉണ്ടാവാം, പിക്ചേഴ്സിൻ്റെ പുസ്തകങ്ങൾ ഉണ്ടാവും അല്ലേ. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിനെ കളക്റ്റീവായിട്ട് ഒരുമിച്ച് നമ്മൾ പറയുന്നത്, കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് എന്തെന്നാണ്? ബുക്ക് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുക്കിനെ നമ്മൾ ഒരു കോമൺ നൗൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓൾറൈറ്റ്, ഇനി അടുത്ത ടൈപ്പ് ഓഫ് നൗൺ നോക്കിക്കോ, പ്രോപ്പർ നൗൺ. ആ പ്രോപ്പർ എന്ന് പറയുന്ന പേരിൽ തന്നെ അതിൻ്റെ മീനിങ് വളരെ വ്യക്തമായിട്ടുണ്ട്. എന്താണ് പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആളിനെ, സ്ഥലത്തിനെയൊക്കെ മെൻഷൻ ചെയ്യുന്ന തരത്തിലുള്ള നൗണിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയാം. ഓക്കെ, ഇപ്പം ഹാരി എൻ്റെ പേര് അല്ലേ, മാർത്ത എന്നൊരാളുടെ പേരാണെങ്കിൽ അത്, ജോൺ, കാത്രീൻ, വട്ടെവർ, അങ്ങനെയുള്ള പേരുകളൊക്കെ കുറേ ഉണ്ടാവുമല്ലോ. ആ പേരുകളൊക്കെയും പ്രോപ്പർ നൗൺ ആണ്. ലണ്ടൻ എന്ന് പറയുന്ന ഒരു സ്ഥലം, ഓക്കെ, സ്വിറ്റ്സർലൻഡ്, ഇന്ത്യ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പ്രോപ്പറായിട്ടുള്ള പേരുകളാണ്. അതിൻ്റെയൊക്കെ ക്യാപിറ്റൽ ലെറ്ററിലാണ് ഇതൊക്കെയും എഴുതുക. അതും കൂടെ ഒന്ന് ആലോചിച്ച് വെച്ചാൽ വളരെ നല്ലതായിരിക്കും. ഓൾറൈറ്റ്, സോ ക്യാപിറ്റൽ ലെറ്ററിലാണ് മിക്കവാറും അതൊക്കെ വരിക. ഇനി വരുന്നത് കളക്റ്റീവ് നൗൺ ആണ്. എന്താണ് കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ? എ നൗൺ ദാറ്റ് റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ആനിമൽസ് ഓർ തിങ്സ് ആസ് എ സിംഗിൾ എൻറ്റിറ്റി. ഒരു കൂട്ടത്തിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള നൗണുകളെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഹേർഡ്. എന്താണ് ഹേർഡ് എന്ന് പറഞ്ഞാൽ? കൂട്ടം. ഹേർഡ് ഓഫ് ഷീപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അതായത് ചെമ്മരിയാടുകളുടെ കൂട്ടം. ഫാമിലി, കുറേ ആളുകൾ ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലമാണ് ഫാമിലി അല്ലേ, അത്. ടീമിൽ എത്ര പേരുണ്ടാവും? ഒന്നാണോ? അല്ല, മേ ബി ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവിടെ ഒന്നിലധികം ആളുകളുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ ഒരു കളക്റ്റീവ് നൗൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇത്രയും ആലോചിച്ചാൽ മതി. ഇനി അബ്സ്ട്രാക്ട് നൗൺ നോക്കിക്കോ. പേര് കേൾക്കുമ്പോൾ കുറച്ച് ഫാൻസി ആയിട്ടൊക്കെ തോന്നും. ഏകദേശം അതേപോലത്തെ ഒരു സാധനം തന്നെയാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കിക്കോ. എ നൗൺ ദാറ്റ് റെഫേഴ്സ് ടു എ കോൺസെപ്റ്റ് ഓർ ഐഡിയ ദാറ്റ് കനോട്ട് ബി ഫിസിക്കലി സീൻ ഓർ ടച്ച്ഡ്. നമുക്ക് ശരീരം കൊണ്ട് തൊടാനോ
അനുഭവിക്കാനോ പറ്റാത്ത, അനുഭവിക്കാൻ മീൻസ് ടച്ച് ചെയ്ത് സെൻസ് ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയാം. ഒരാളുടെ സങ്കടം നമുക്ക് തൊട്ട് മനസ്സിലാക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അല്ലേ, ഒരാളുടെ ഹാപ്പിനെസ്, ഒരാളുടെ സ്നേഹം, ഒരാളുടെ സമാധാനം, ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടാവല്ലോ, ഇതൊക്കെ നമുക്ക് തൊട്ട് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെയുള്ള നൗണുകളെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയാം. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്. കോൺക്രീറ്റ് നൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കലി സെൻസ് ചെയ്യാൻ പറ്റുന്ന, ഫിസിക്കലി തൊട്ട് നോക്കിയിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നൗണുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കോ. ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിന് ഇംഗ്ലീഷ് ഇവിടെ തന്നിട്ടുണ്ട്. സംതിങ് ദാറ്റ് കൻ ബി ഫിസിക്കലി സീൻ, ടച്ച്ഡ് ഓർ മെഷേർഡ്. അളക്കാനോ തൊടാനോ സെൻസ് ചെയ്യാനോ ഒക്കെ ഫിസിക്കലി പറ്റുന്നതിനെയാണ് നമ്മൾ കോൺക്രീറ്റ് നൗൺ എന്ന് പറയുക. ഓൾറൈറ്റ്, മരം, വീട്, കല്ല്, പിന്നെന്താണ് സ്വീറ്റ്സ് അല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ്, ആനിമൽസ്, അങ്ങനെയുള്ള എന്തുമാവാം, ഫ്രൂട്ട്, whatever, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തൊടാൻ വേണ്ടി പറ്റുമല്ലോ. ഇപ്പോൾ എൻ്റെ ഇവിടെ ഒരു മൊബൈലുണ്ട്, ഇവിടെ ഒരു റിമോട്ട്, എ സിയുടെ റിമോട്ട് ഉണ്ട്, ഓർ ഐ ഹാവ് മെനി തിങ്സ്, ഇവിടെ ഒരു കീ ഉണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ടച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അതിനെയാണ് കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് കൗണ്ടബിൾ നൗൺ എന്ന് നോക്കാം. പേരിൽ തന്നെയുണ്ട്. കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 3 4 ഏകം ദ്വേ ത്രീണി ചത്വ 1 1 2 3 അല്ലെ, കൗണ്ട് ചെയ്യുക. 1 2 3 4 കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. 1 2 3 4 4 മാങ്ങ കൗണ്ടബിൾ നൗൺ ആണ്. ഓക്കെ, അപ്പം എണ്ണാൻ പറ്റുന്ന തരത്തിലുള്ള നൗണുകളെയാണ് കൗണ്ടബിൾ നൗൺ എന്ന് പറയാം. അത്രേ ഉള്ളൂ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അൺകൗണ്ടബിൾ നൗൺ. എണ്ണാനേ പറ്റില്ല, എണ്ണി തീർക്കാൻ പറ്റില്ല. വാട്ടർ, മേ ബി ലിറ്റർ കണക്കിനൊക്കെ നമ്മൾ പറയായിരിക്കും, പക്ഷെ എണ്ണി ഒരു വെള്ളം 2 വെള്ളം അങ്ങനെ പറയാൻ പറ്റുമോ? കുപ്പിയിലല്ലാത്ത വെള്ളത്തിന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അൺകൗണ്ടബിൾ നൗൺ ആണ്. പിന്നെ ഷുഗർ, ഫേർണിച്ചർ, ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഒരുപാട് അൺകൗണ്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഒത്തിരിയുണ്ട്. ഓക്കെ, കോമ്പൗണ്ട് നൗൺ എന്താണെന്ന് നോക്കിക്കോളൂ. എന്താണ് കോമ്പൗണ്ട് നൗൺ? നൗൺ ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 or more words. ഒന്നിൽ കൂടുതൽ അല്ലാതെ 2ൽ കൂടുതൽ വാക്കുകൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ കോമ്പൗണ്ട് നൗൺ എന്ന് പറയാം. ഓക്കെ, ടൂത്ത് ബ്രഷ്, ബാസ്കറ്റ് ബോൾ, ബ്ലാക്ക് ബോർഡ്, ഇതിലൊക്കെയും കോമ്പിനേഷൻ വരുന്നുണ്ട്. കമ്പൈൻഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് വേർഡ്സ് ആണിത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ ബേസിക്കലി നമ്മൾ നൗണുകളെ കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ടൈപ്പുകളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതൊക്കെയും ഒന്ന് എന്താ പറയുക, എക്സാംപ്ലിഫൈ ചെയ്ത് നോക്കുക. ഓരോന്നിനും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എക്സാമ്പിൾസ് കൊണ്ടുവന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലും ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. എന്നിട്ട് ആ ആപ്ലിക്കേഷൻ ലെവലിൽ നിന്ന് നിങ്ങൾ എന്തുകൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്, സംസാരിച്ച് നോക്കുക. അതൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു നോക്കുക. ഓക്കെ, അങ്ങനെ വരുന്നുണ്ടോ, ഇങ്ങനെ വരുന്നുണ്ടോ, അങ്ങനെ സംസാരിച്ച് ആ ഫ്ലുവൻസിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കാം. ഓൾറൈറ്റ്, അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. So please do subscribe to One Team School. I'll come back with another video. Till then, this is me, Harry, signing off. Have a happy learning.